Welcome, myself Meenu Prasad, M2 SACM, Department of Civil Engineering, SNIT, Adu. Retaining wall. Retaining wall എന്ന് പറഞ്ഞാൽ ഒരു റിജിഡ് വോൾ സ്ട്രക്ചറാണ്. അത് നമ്മുടെ സോയിലിനെ ഡിഫറെൻറ്റ് ലെവൽസിലായിട്ട് റീറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റും. ഈ റീറ്റെയിനിങ് വോള് ഈ സ്റ്റീപ്പ് സ്ലോപ്പ് ഉള്ളിടത്തൊക്കെ നമുക്ക് സോയിലിനെ റീറ്റെയിൻ ചെയ്ത് നിർത്തി ആ ഏരിയ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റീറ്റെയിനിങ് വോൾസ് ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ റീറ്റെയിനിങ് വോള് ഈ അൺഡിസൈറബിൾ സ്ലോപ്സ് ഉള്ള ടെറൈൻ ഏരിയയിൽ സോയിൽസിനെ ഡിഫറെൻറ്റ് എലിവേഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെവൽസിലായിട്ട് സോയിലിനെ റീറ്റെയിൻ ചെയ്ത് നിർത്തി നമുക്ക് യൂസ് ചെയ്യാം. നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് റിട്ടൈനിങ് വോൾസ് യൂസ് ചെയ്യാം. ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് സോയിൽ ഇറോഷനെ പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റീപ്പ് ടെറൈൻ ഉള്ളിടത്ത് സ്റ്റീപ്പ് സ്ലോപ്പ് ഉള്ളിടത്ത് ഈ സോയിലിനെ നമുക്ക് റീറ്റെയിൻ ചെയ്ത് നിർത്തി ആ ഏരിയ നമുക്ക് കൾട്ടിവേഷനൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് അല്ലെങ്കിൽ ഫങ്ഷണൽ ലാൻഡ്സ്കേപ്പ് ഫീച്ചേഴ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈ റീറ്റെയിനിങ് വോൾ എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ ബിൽഡിംഗ് പോലെ തന്നെ ഇതിന് ഒരു വൈഡർ കൺസ്ട്രക്ഷൻ വർക്കായിരിക്കും ഇതിനും. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീറ്റെയിനിങ് വോൾ നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഗ്രാവിറ്റി വോൾ. ഗ്രാവിറ്റി വോള് അതിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ്, സ്റ്റോണ്, ഹെവി മെറ്റീരിയൽസ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രാവിറ്റി വോള് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എന്തിനാണ്? ടു റെസിസ്റ്റ് ദ പ്രഷർ ബിഹൈൻഡ്. നമുക്ക് ഈ ഓവർ ടേണിങ്ങിനെയും സ്ലൈഡിങ്ങിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാവിറ്റി വോള് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് അതിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഫോർ ഷോർട്ട് ലാൻഡ്സ്കേപ്പിംഗ് വോൾ they are often made from modular stone or segment concrete units. ഷോർട്ട് ലാൻഡ്സ്കേപ്പിംഗ് വോൾ ആണെങ്കിൽ അത് മോട്ടാർലെർ സ്റ്റോണും സെഗ്മെൻ്റൽ കോൺക്രീറ്റ് യൂണിറ്റ്സ് വെച്ചായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഡ്രൈ സ്ലേക്കഡ് ഗ്രാവിറ്റി വോൾ ആണെങ്കിൽ അത് ഫ്ലെക്സിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ റിജിഡ് ഫൂട്ടിങ്ങിൻ്റെ ആവശ്യമില്ല. ടോളർ റിട്ടൈനിങ് വോൾ ആണെങ്കിൽ ദറ്റ് ഈസ് ബിൽറ്റ് ആസ് എ കോമ്പോസിറ്റ് ഗ്രാവിറ്റി വോൾ സച്ച് ആസ് ജിയോസിന്തറ്റിക്സ്. The next one ആണ് reinforced retaining wall. Reinforced concrete and reinforced mercenary wall on a spread footing. ഈ reinforced concrete, reinforced mercenary wall എന്ന് പറയുന്ന ഒരു സ്പ്രെഡ് ഫൗണ്ടേഷൻ ആയിരിക്കും. അതൊരു ഗ്രാവിറ്റി സ്ട്രക്ചർ ആയിരിക്കും. ഈ നമ്മൾ ഇതിൽ കൊടുക്കുന്ന റെയിൻഫോഴ്സിങ് ഈ വോളിൽ കൊടുക്കുന്ന റെയിൻഫോഴ്സിങ് ബാറിൻ്റെ വെയിറ്റും അതുപോലെ തന്നെ നമ്മുടെ ആ വോളിൻ്റെ വെയിറ്റുമാണ് നമ്മൾ ഈ ഓവർ ടേണിങ്ങിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നത്. അതിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് ഇതിൻ്റെ വെയിറ്റാണ്. ഇനി വരുന്നത് അതിൻ്റെ ഈ റെയിൻഫോഴ്സ്ഡ് റിട്ടൈനിങ് വോളിൻ്റെ ടൈപ്പ് വോൾസ് ആണ്, റിട്ടൈനിങ് വോൾസ് ആണ്. ഫസ്റ്റ് വൺ കോൺക്രീറ്റ് കാൻഡിലിവർ റിട്ടൈനിങ് വോൾ. ഈ കാൻഡിലിവർ റിട്ടൈനിങ് വോൾ ഈസ് ഓൺ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് വോൾ വിച്ച് ഈസ് കണക്റ്റഡ് ടു എ ഫൗണ്ടേഷൻ. ഈ വോള് ഫൗണ്ടേഷനുമായിട്ട് കണക്ട് ചെയ്തിരിക്കും കാൻഡിലിവർ വോള്. ദിസ് കാൻഡിലിവർ വോൾ ഹോൾഡ് ബാക്ക് എ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് സോയിൽ. നമുക്ക് ഈ കാൻഡിലിവർ വോള് സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് സോയിലിനെ അത് ഹോൾഡ് ചെയ്ത് നിർത്തും. മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വോളാണ് ഈ റിട്ടൈനിങ് വോളാണ് ഈ കാൻഡിലിവർ റിട്ടൈനിങ് വോൾ. അതൊരു സ്ലാബിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദ സ്ലാബ് ഫൗണ്ടേഷൻ ഈസ് ഓൾസോ ലോഡഡ് ബൈ ബാക്ക്ഫിൽ ആൻഡ് ദസ് ദ വെയിറ്റ് ഓഫ് ദ ബാക്ക്ഫിൽ ആൻഡ് സർചാർജ് ഓൾസോ സ്റ്റെബിലൈസ് ദ വോൾ എഗൻസ്റ്റ് ദ ഓവർ ടേണിങ് ആൻഡ് സ്ലൈഡിങ്. ഈ സ്ലാബിൽ നമ്മൾ ബാക്ക്ഫിൽ മെറ്റീരിയൽസ് സോയിൽ നമ്മൾ ഫില്ല് ചെയ്യും. അതുപോലെ തന്നെ ഈ ബാക്ക്ഫില്ലിൻ്റെ വെയിറ്റും സർചാർജിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്നൊരു ലോഡ് കൊടുക്കാനാണ് സർചാർജ് പറയുന്നത്. ഇതിൻ്റെ വെയിറ്റാണ് നമ്മൾ ഈ ഓവർ ടേണിങ്ങിന് എഗനസ്റ്റ് ആയിട്ട് ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് കൗണ്ടർഫോർട്ട് അല്ലെങ്കിൽ ബട്രസ്ഡ് റിട്ടൈനിങ് വോൾ. കൗണ്ടർഫോർട്ട് വോൾ ആർ കാൻഡിലിവർ വോൾ സ്ട്രെങ്തൻഡ് വിത്ത് കൗണ്ടർഫോർട്ട് മോണോലിത്തിക് വിത്ത് ദ ബാക്ക് ഓഫ് ദ സ്ലാബ് വോൾ ആൻഡ് ബേസ് വോൾ. ഈ കൗണ്ടർഫോർട്ട് വോൾ എന്ന് പറയുന്നത് ഒരു കാൻഡിലിവർ വോളാണ് ദറ്റ് ഇറ്റ് ഈസ് സ്ട്രെങ്തൻഡ് വിത്ത് കൗണ്ടർഫോർട്ട് മോണോലിത്തിക്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലായിട്ട് വാൾ സ്ലാബ്സും ബേസ് സ്ലാബ്സും ഉണ്ട്. ദിസ് കൗണ്ടർഫോർട്ട് ആക്ട് ആസ് എ ടെൻഷൻ സ്റ്റിഫ്നെസ് ആൻഡ് കണക്റ്റഡ് വിത്ത് വാൾ സ്ലാബ് ആൻഡ് ബേസ് ടു റെഡ്യൂസ് ദ ബെൻഡിങ് ആൻഡ് ഷിയർ സ്ട്രെസ്. ഈ കൗണ്ടർഫോർട്ട് ആക്ട് ചെയ്യുന്ന ഒരു ടെൻഷൻ സ്റ്റിഫ്നറായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ അത് വോൾ സ്ലാബിൽ കണക്ട് ചെയ്തിരിക്കും. വോൾ സ്ലാബിൽ ബേസ് സ്ലാബിൽ കണക്ട് ചെയ്തിരിക്കും. എന്തിനാണ് അത് കൊടുക്കുന്നത്? ടു റെഡ്യൂസ് ദ ഷിയർ സ്ട്രെസ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്.
To reduce the bending moment in a vertical wall of great height, counterfort is used. ഓക്കെ, നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വെർട്ടിക്കൽ വോൾസിലെ ബെൻഡിങ് മൊമെൻറ്റ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ടർഫോർട്ട് യൂസ് ചെയ്യുന്നത്. അത് കൊടുക്കുന്നതിന് സ്പേസിങ്, അതിൻ്റെ സ്പേസിങ് ഡിസ്റ്റൻസ് പറയുന്നു ഒന്നെങ്കിൽ ഈക്വൽ ടു അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ലാർജർ ദാൻ വൺ ഹാഫ് ഓഫ് ദ ഹൈറ്റ് ആണ് പറയുന്നത്. കൗണ്ടർഫോർട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വോളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 8 to 12 meter ആണ്. ഓക്കെ, ദെൻ cantilevered wall. Cantilevered retaining wall is made from an internal stem of steel reinforced and cast in place concrete or mortared masonry. And it is often, ഇത് കാണുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ടീലായിരിക്കും. ആൻഡ് ദീസ് വോൾ cantilevered load to a large structural footing. ഈ wall cantilever ലോഡ് ടു എ ലാർജ് ആൻഡ് സ്ട്രക്ചർ, ഇതിന് കുറച്ച് ലാർജ് സ്ട്രക്ചറൽ ഫൂട്ടിംഗ് ആയിരിക്കും. അതെന്തിനാണ്? ഈ ഹൊറിസോണ്ടൽ പ്രഷറിനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഗ്രൗണ്ടിലുള്ള വെർട്ടിക്കൽ പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. സംടൈംസ് എ കാൻഡിലിവർ വോൾ ഈസ് ബട്ടറസ്ഡ് ഓൺ ദ ഫ്രണ്ട് ഓർ ഇൻക്ലൂഡ് എ കൗണ്ടർഫോർട്ട് ഓൺ ദി ബാക്ക് ടു ഇംപ്രൂവ് ദ സ്ട്രെങ്ത് റെസിസ്റ്റിംഗ് ഹൈ ലോഡ്സ്. നമ്മൾ ഈ കാൻഡിലിവർ വോള് അത് ബട്ടറസ്ഡ് ഓൺ ദ ഫ്രണ്ട്, അതുപോലെ തന്നെ കൗണ്ടർഫോർട്ട് ഓൺ ദ ബാക്ക്, അത് കൊടുക്കുന്ന എന്തിനാണ്? ടു ഇംപ്രൂവ് ദ സ്ട്രെങ്ത് റെസിസ്റ്റിംഗ് ഹൈ ലോഡ്സ്. അതുപോലെ തന്നെ ഈ ബട്ടറസ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് വിങ് വോളാണ്. അത് നമ്മുടെ മെയിൻ റൈറ്റ് ആംഗിൾ ടു ദ മെയിൻ ടെൻഡ് ഓഫ് ദ വോൾ, നമ്മുടെ വോളിന് റൈറ്റ് ആംഗിളായിട്ടാണ് ഈ ഷോർട്ട് വിങ് വോൾസ് കൊടുക്കുന്നത്. ഈ വോളെന്ന് പറയുന്നത് റിജിഡ് കോൺക്രീറ്റ് ഫൂട്ടിംഗ് ആയിരിക്കും ഈ വോളിന് വരുന്നത്. അതുപോലെ നമുക്ക് ട്രഡീഷണൽ ഗ്രാവിറ്റി വോളിന് ഉപയോഗിക്കേണ്ട മെറ്റീരിയലിനേക്കാൾ കുറച്ച് മെറ്റീരിയൽ മതി ഈ കാൻഡിലിവർ വോൾ കൺസ്ട്രക്ട് ചെയ്യാൻ. നെക്സ്റ്റ് വണ്ണാണ് റെയിൻഫോഴ്സ്ഡ് സോയിൽ റീറ്റെയിനിങ് വോൾ. മെക്കാനിക്കലി സ്റ്റെബിലൈസ്ഡ് എർത്ത് വോൾസ് are those structures which are made using steel or geotextile soil reinforcements which are placed in layers with a controlled granular fill. ഇതെന്ന് പറയുന്നത് that it is made with using the steel അല്ലെങ്കിൽ geotextile soil reinforcement ഉപയോഗിച്ചാണ്. അത് പ്ലേസ് ചെയ്യുന്ന ലെയേഴ്സ് ആയിട്ടായിരിക്കും. വിത്ത് എ കൺട്രോൾഡ് ഗ്രാനുലാർ ഫില്ലും ഇതിൻ്റെ കൂടെ ചെയ്യും. The reinforced soil can also be used as a retaining wall. നമുക്കിതൊരു റീറ്റെയിനിങ് വോളായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇഫ് ദേ ആർ ബിൽറ്റ് ആസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് എ ഡിസൈൻ ആൻഡ് ടു ആക്ട് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് യൂസ് ഓഫ് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആൻഡ് അതർ സൊല്യൂഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് എക്കണോമി. ഇത് പറയുന്നത് എന്താണ്, നമുക്കൊരു ഈ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റിനേക്കാൾ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനായിട്ട് ഈ റെയിൻഫോഴ്സ്ഡ് സോയിൽ റീറ്റെയിനിങ് വോൾസ് നമുക്ക് യൂസ് ചെയ്യാം എന്നാണ്. അടുത്തതാണ് സോയിൽ നെയിൽഡ് വോൾ. The construction of a soil nailed wall involves the reinforcing the soil as work progresses in the area being excavated by the introduction of bar which essentially work in tension called passive bars. ഇതിൽ നമ്മൾ ഈ സോയിൽ നെയിൽഡ് വോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മളൊരു റെയിൻഫോഴ്സിങ് ബാർസ് നമ്മൾ ഈ സോയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ദാറ്റ് ഇറ്റ് ഈസ് വർക്ക് ഇൻ ടെൻഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ പാസീവ് ബാർസ് എന്ന് പറയും. ഈ ബാർ എന്ന് പറയുന്നത് പാരലൽ ടു വൺ അനദർ ആയിരിക്കും. അതുപോലെ തന്നെ സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് ഡൗൺവേർഡ് ആയിരിക്കും. ആൻഡ് ദീസ് ബാർസ് ക്യാൻ വർക്ക് പാർഷ്യലി ഇൻ ബെൻഡിങ് ആൻഡ് ഷിയർ. ഈ സോയിലിൻ്റെ നെയിലിൻ്റെ സ്കിൻ ഫ്രിക്ഷൻ കാരണം that put the nail in tension. The next one, anchored wall. An anchored retaining wall can be constructed in any of the aforementioned style, but also include additional strength using the cables or other stays anchored in the rock or soil behind it. ഈ anchored retaining wall കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് നമുക്ക് നേരത്തെ കണ്ട ഏത് സ്റ്റൈൽ ഓഫ് റീറ്റെയിനിങ് വോളിലും ചെയ്യാം. പക്ഷേ നമ്മളൊരു അഡീഷണൽ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കേബിൾസ് യൂസ് ചെയ്യുന്നുണ്ട് ഈ ആങ്കേർഡ് വോളിൽ. യൂസിങ് driven into the material with the boring, the anchor are then expanded at the end of the cable. നമ്മൾ ഈ മെറ്റീരിയൽ ബോർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ആങ്കറിൻ്റെ എൻഡിലായിട്ടായിരിക്കും നമ്മൾ കേബിൾ കൊടുക്കുന്നത്. അത് മെക്കാനിക്കൽ അല്ലെങ്കിൽ എന്താണ്
ഇഞ്ചക്റ്റിംഗ് പ്രഷറൈസ്ഡ് കോൺക്രീറ്റ് ഇഞ്ചക്റ്റ് ചെയ്തായിരിക്കും നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ടെക്നിക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ്. ഹൈ ലോഡ്സ് വരുന്ന കേസിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് വൺ ആണ് ഷീറ്റ് പൈൽഡ് വോൾ. ദ പൈൽ ഈസ് earth retention. Piling is earth retention and excavation support technique that retains the soil. പൈലിംഗ് എന്ന് പറയുന്നത് നമുക്ക് എർത്ത് റിട്ടൻഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. അത് നമ്മൾ എക്സ്കാവേറ്റ് ചെയ്ത് നമ്മൾ ഈ പൈല് ഇതിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് സോയിലിനെ നമ്മൾ റിട്ടൈൻ ചെയ്ത് നിർത്താൻ പറ്റും. അതുപോലെ തന്നെ ഷീറ്റ് സെക്ഷൻസ് ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇൻ്റർലോക്കിംഗ് എഡ്ജസും ഇതിൽ കാണും. പൈൽ ആക്ട് ആസ് എ ടെമ്പററി സർട്ടിഫിക്കറ്റ് വോളായിട്ട് ഇതിൽ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇത് ഈ സ്ലോപ്പിലൊക്കെ ഈ സോഫ്റ്റ് സോയിലിൽ എന്ന് വെച്ചാൽ ഹയർ ഗ്രൗണ്ടിൽ നിന്ന് ലോവർ ഗ്രൗണ്ടിലോട്ടുള്ള സോഫ്റ്റ് സോയിലിൻ്റെ സ്ലോപ്പ് കാണില്ലേ, ആ സ്ലോപ്പിൽ നമ്മൾ ഈ പൈൽ ഡ്രിവൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് high resistance to, it provides a high resistance to driving stresses and help in light weight. ഇത് ഡ്രൈവിംഗ് സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. ഈ ഷീറ്റ് പൈൽ നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് ലോങ് ലൈഫ് സ്പാൻ ആയിരിക്കും. നമുക്ക് ഇത് ബോൾട്ട് ഉപയോഗിച്ച് ഇതിൻ്റെ ജോയിൻസ് ഒക്കെ ബോൾട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഡിസ്മാൻഡിൽ ചെയ്യാനും എളുപ്പമാണ്. നെക്സ്റ്റ് വൺ ആണ് പൈൽ വോൾ. പൈൽ വോൾ സിക്കൻ പൈലുണ്ട്, ടാൻജൻ പൈലുണ്ട്. ഇതിൽ ദീസ് വോൾ സ്ക്വയർ മെഷർ ഷേപ്ഡ് ബൈ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ കോൺക്രീറ്റ് പൈൽ. ഇതൊരു ഇൻഡിവിജ്വൽ കോൺക്രീറ്റ് പൈലിൻ്റെ ഇൻ്റർസെക്ഷൻ ആണ്. ദീസ് പൈൽ ഇൻ്റർസെക്ഷൻ ആണ്. അതുപോലെ തന്നെ ഇതിന് സീക്കൻ പൈൽസ് ഉണ്ട്. സീക്കൻ പൈൽസ് അത് 3 ഇഞ്ചസിൽ ഓവർലാപ്പ് ചെയ്തിരിക്കും. അനദർ പൈൽ എന്ന് പറയുന്നത് ടാൻജൻ പൈൽ വോൾ ആണ്. അത് ഓവർലാപ്പ് ചെയ്യില്ല. ഈ പൈൽ എന്ന് പറയുന്നത് മെയ്ഡ് വിത്ത് ദീസ് പൈൽ സ്ക്വയർ മെഷർ മെയ്ഡ് എ ഫ്ലഷ് വിത്ത് വൺ അനദർ. ദാറ്റ് മീൻസ് ഇത് ഒരേ പ്ലെയിനിൽ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റിയിലായിരിക്കും ഈ രണ്ട് പൈൽസും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ സിക്കൻഡ് ടാൻജൻ വാളിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന് സ്റ്റിഫ്നെസ് വളരെ കൂടുതലായിരിക്കും. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫിങ് ഏരിയയിലൊക്കെ നമുക്കിത് കൊടുക്കാൻ പാടായിരിക്കും. നെക്സ്റ്റ് വൺ ആണ് ബെർലിനർ വോൾ അല്ലെങ്കിൽ സോൾജിയർ പൈൽ എന്നുകൂടെ പറയും. ദിസ് കൈൻഡ് ഓഫ് വാൾ ആർ പ്രൊവേർബിൾ ടു റോമൻ മിലിറ്ററി എഞ്ചിനീയേഴ്സ് ആൻഡ് വാസ് യൂസ്ഡ് ഫോർ ഡീപ്പ് എക്സ്കാവേഷൻ ആൻഡ് ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ചീപ്പ് സിസ്റ്റം, സിമ്പിൾ ആൻഡ് ക്വിക്ക് ടു കൺസ്ട്രക്ട്. ഇത് ചീപ്പാണ്, സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ ടെമ്പററി കൺസ്ട്രക്ഷൻ ആണ്. can't be employed in high formation conditions. നമുക്ക് ഹൈ ലോഡ് വരുന്നിടത്തൊന്നും നമുക്ക് ഈ വോൾ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മറ്റ് റീറ്റെയിനിങ് വോളിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് സ്റ്റിഫ്നെസ് ഒക്കെ വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് ആണ് ബോർഡ് പൈൽ വോൾ. ബോർഡ് പൈൽ വോൾ എന്ന് പറഞ്ഞാൽ ബോർഡ് പൈൽ റീറ്റെയിനിങ് വോൾ ആർ ബിൽഡ് ബൈ അസംബ്ലിങ് എ സീക്വൻസ് ഓഫ് ബോർഡ് പൈൽ. നമ്മൾ സീക്വൻസ് ഓഫ് ബോർഡ് പൈലിൻ്റെ ബോർഡ്സ് പൈൽ അസംബിൾ ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ റീറ്റെയിനിങ് വോൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. നമ്മുടെ പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ ബോർഡ് പൈൽ എന്ന് പറയുന്നത് ദാറ്റ് ഇൻക്ലൂഡിങ് എ സീരീസ് ഓഫ് എർത്ത് ആങ്കേഴ്സ്, റെയിൻഫോഴ്സിങ് ബീംസ്, സോയിൽ ഇംപ്രൂവ്മെൻറ്റ് ഓപ്പറേഷൻസ്, കോൺക്രീറ്റ് റെയിൻഫോഴ്സ്മെൻറ്റ് ലെയേഴ്സ്, ഇതൊക്കെ നമ്മൾ ഈ റീറ്റെയിനിങ് വോളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. അത് നമ്മുടെ പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ പൈൽ ഡ്രിവൺ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നോയ്സ് അല്ലെങ്കിൽ വൈബ്രേഷനൊക്കെ ജനറേറ്റ് ചെയ്യും. അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഷീറ്റ് പൈൽ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അടുത്തതാണ് മെക്കാനിക്കൽ സ്റ്റെബിലൈസേഷൻ വോൾ. മെക്കാനിക്കൽ സ്റ്റെബിലൈസ്ഡ് എർത്ത് വോൾ ആർ ദ വോൾ ദാറ്റ് ക്യാൻ ടോളറേറ്റ് സം ഡിഫറൻഷ്യൽ മൂവ്മെൻറ്റ്. ആൻഡ് ഇതിൻ്റെ ഫേസ് വോൾ എന്ന് പറഞ്ഞാൽ ഗ്രാനുലാർ സോയിൽ വെച്ച് ഫില്ല് ചെയ്തിരിക്കും. ആൻഡ് സോയിൽ ബാക്ക് ഫില്ലും കൊടുക്കും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫോം വർക്കിനോ ക്യൂറിങ്ങിൻ്റെ ഒന്നും ആവശ്യം ഇതിൽ വരുന്നില്ല. The use of soil nailing is in mechanically stabilized wall that involves introducing a slender steel reinforcement bar into the soil.
ഇതെന്ന് പറഞ്ഞാൽ ഈ വോളിൽ നമുക്ക് സോയിൽ നെയിലിംഗ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു സ്റ്റീൽ റെയിൻഫോഴ്സിങ് ബാർ ഈ സോയിലിലോട്ട് ഈ വോളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഇതെന്ന് പറയുന്നത് ഈ ബാർ എന്ന് പറയുന്നത് പാരലൽ ടു വൺ അനദർ ആയിരിക്കും. അതുപോലെ തന്നെ സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് ഡൗൺവേർഡ്സ്. നെക്സ്റ്റ് ആണ് ക്രിപ്പ് വോൾ. ക്രിപ്പ് വോൾ എന്ന് പറഞ്ഞാൽ ടിമ്പർ, സ്റ്റീൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് ബോക്സസ് ആയിട്ട് കൊടുക്കുന്നതാണ്. ദാറ്റ് ഈസ് ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കുന്ന വോളാണ് ക്രിപ്പ് വോൾ. അടുത്തതാണ് ഗ്രീൻ റിട്ടൈനിങ് വോൾ. ഗ്രീൻ റിട്ടൈനിങ് വോൾ എന്ന് പറഞ്ഞാൽ ജെൻറൽ സ്ലോപ്സ് ഉള്ളിടത്തൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നൊരു സീരീസ് ഓഫ് ഹണികോം സെൽസ് ആയിരിക്കും. ദാറ്റ് ഇറ്റ് ഈസ് എംബഡഡ് ഇൻ ഓൺ ദ സർഫസ് ഓഫ് എ സ്ലോപ്പ് ടു സ്റ്റെബിലൈസ്. നമുക്ക് സ്ലോപ്പിലൊക്കെ ഈ ഹണികോംബ് സെൽസ് നമ്മൾ ഇതിൻ്റെ സ്ലോപ്പിൻ്റെ സർഫസിൽ നമ്മൾ എംബഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഇൻഡിവിജ്വൽ സെൽസ് ആയിട്ട് കാണുന്നതുകൊണ്ട് തന്നെ നമുക്കതിൽ പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ് ചെയ്യാം. That's all. Thank you.